أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു മജ്ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാ. എപ്പോഴും ഈ ചെയ്യുമ്പോഴും നമ്മുടെ കർമ്മങ്ങൾ, നമ്മളെ നിയത്ത് നന്നാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. എപ്പോഴും ഏത് സമയത്തും നമ്മളുടെ കർമ്മങ്ങളെ ഏറ്റവും നല്ലതാക്കാൻ, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഒരു കർമ്മമാകാൻ, ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കർമ്മമാകാൻ നമ്മുടെ നിയത്തുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഒരു മിനിറ്റ്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ അനുഗ്രഹത്താല് മുസ്ലിമായി ജനിച്ചവരാണല്ലേ. അൽഹംദുലില്ലാ. ആ ഒരു കാര്യത്തിന് തന്നെ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് ശുക്ർ പറയണം. എത്ര ശുക്ർ പറഞ്ഞാലും മതിയാകാത്ത അത്രയും വലിയൊരു നിഅമത്താണ് അള്ളാഹു തആല നമുക്ക് നൽകിയത് അല്ലെ. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ പരിശുദ്ധ ദീൻ, ഇസ്ലാം ദീൻ, നമ്മൾ ദീനിൽ ജനിച്ചു എന്നത് അപ്പുറത്ത് അല്ലെ. അൽഹംദുലില്ലാ. പരിശുദ്ധ ഖുർആനുമായി നിരന്തരം ഇടപഴകാനും അള്ളാഹിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് നിരന്തരം അവസരം തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആ ഒരു അള്ളാഹു നൽകിയ ആ ഒരു അനുഗ്രഹത്തിന് എപ്പോഴും അള്ളാഹിനോട് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കാം. എപ്പോഴും നമ്മളുടെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന് വേണ്ടിയുള്ളതാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനോട് നമ്മൾ അതിനൊക്കെ ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്നാലും എത്ര തന്നെ ആയാലും മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്. നമുക്ക് പോരായ്മകളും വീഴ്ചകളും സംഭവിക്കാം അല്ലെ. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഹൈ ലെവലിൽ എല്ലാ സമയത്തും ഒരേപോലെ നിൽക്കുന്ന ഒന്നല്ല. നമുക്കറിയാലേ, ഈമാൻ എന്ന് പറയുന്നത് അത് കുറഞ്ഞും കൂടിയും കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ആ ഈമാനെ നമ്മൾ എന്താക്കണം? നമ്മൾ സ്ട്രോങ് ആക്കണം. നമ്മളെ വിശ്വാസം ഏറ്റവും ദൃഢമുള്ളതാക്കണം. അതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ മുമ്പില് വെച്ച ആയത്ത് എന്ന് പറയുന്നത് ഒരു ആയത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലെ. വഹുവ മഅക്കും ഐനമാ കുന്തും. നമ്മള് പലപ്പോഴും കേട്ട ഒരു ആയത്താണ് അല്ലെ. പലതവണ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ആയത്താണ് വഹുവ മഅക്കും ഐനമാ കുന്തും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. സത്യത്തില് ഈ ഒരു ആയത്തിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് രീതിയിലാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അല്ലെ, അള്ളാഹു തആല നമുക്ക് ഇറക്കി തന്നപ്പോ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്, ഇതിന്റെ തുടക്ക ഭാഗങ്ങൾ എങ്ങനെയാണ്? ഈ ഒരു പരിശുദ്ധ ഖുർആൻ അള്ളാഹു തആല അത് തന്റെ അടിയാന് ഇറക്കി കൊടുത്തിട്ടുള്ളത് അതൊരു സന്തോഷം, ഒരു മുന്നറിയിപ്പും അതുപോലെ സന്തോഷ വാർത്തയുമായിക്കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അല്ലെ. മുന്നറിയിപ്പുമാണ് ഇത്, ഒരു സന്തോഷ വാർത്തയാണ്.
അപ്പം ഈ ഒരു വചനം നമുക്ക് എടുക്കാം. വഹുവ മഅക്കും ഐനമാ കുന്തും. ഇത് കേൾക്കുമ്പോ ഓരോരുത്തർക്കും എന്താണ് തോന്നുന്നത്? അതായത് ആശ്വാസമാണോ അതല്ല ഭയമാണോ? ആശ്വാസമാണോ ഇത് തോന്നുന്നത്, അതല്ല ഭയമാണോ നമുക്ക് തോന്നുന്നത്? അല്ല, ഇത് രണ്ടും ഉണ്ടോ? അല്ലെ? സത്യത്തില് ഈ ഒരു വചനം സൂറത്തുൽ ഹദീദിലെ 4-ാമത്തെ ആയത്താണ്. 4-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആലയെ കുറിച്ച് പറയുന്നത്. അതിന്റെ തുടക്കം മുതൽ തന്നെ അള്ളാഹുവിന്റെ ഒരുപാട് സിഫാത്തുകളെ നമുക്ക് അറിയിച്ചു തന്നുകൊണ്ടാണ് അള്ളാഹു തആല സൂറത്തുൽ ഹദീദ് തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് അതിലൂടെ അറിയിച്ചു തരുന്നുണ്ട്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അങ്ങനെ വഹുവൽ അസീസുൽ ഹക്കീം അൽ അവൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ, അങ്ങനെ ഒരുപാട് നാമങ്ങൾ അള്ളാഹു തആല പറഞ്ഞിട്ട് അള്ളാഹു തആല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അള്ളാഹുവിന്റെ ആ അർശിൽ ഉപവിഷ്ടനാകുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല അറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല എന്ത് പറഞ്ഞത്? വഹുവ മഅക്കും ഐനമാ കുന്തും. അപ്പൊ നമുക്ക് ഇത് ആദ്യത്തെ ഇതിന്റെ ഒരു വിശദീകരണം എന്നുള്ള നിലക്ക് നമുക്ക് എങ്ങനെ എടുക്കാന്നറിയോ? വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലെ, അവൻ എല്ലാ കാര്യവും അറിയുന്നവനാണ് എന്ന ആ ഒരു ഇതിലേക്ക് എടുക്കുക. ആദ്യത്തേതും അവസാനത്തതും ഒളിഞ്ഞതും മറഞ്ഞതും പ്രകടമായതും എല്ലാം, അല്ലെ, എല്ലാം. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. ഹൃദയങ്ങളിൽ ഉള്ളത് പോലും അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം ഒന്നാമത് നമ്മൾ എടുക്കേണ്ടത് ഒരു ജാഗ്രതയാണ്. ഏത് സമയത്തും സദാസമയവും നമ്മുടെ റബ്ബ് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത. എല്ലാ സമയത്തും നമ്മൾ റബ്ബിന്റെ നോട്ടത്തിലാണ് എന്ന ആ ഒരു ചിന്ത. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്, അല്ലെ? തഖ്വയുടെ ഒരു ഭാഗമല്ലേ അത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനിന്റെ ഒരു ഭാഗമാണത്. നമ്മുടെ തഖ്വയുടെ ഒരു ഭാഗമാണ്. നമ്മളുടെ ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഇഹ്സാനിന്റെ ഒരു ഭാഗമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മുടെ ഈമാൻ സത്യത്തില് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്കേ അറിയൂ. നമ്മുടെ ഈമാൻ പരിശോധിക്കാൻ വേറെ ആർക്കും കഴിയൂല, അല്ലെ? അപ്പൊ നമുക്ക് തന്നെ പരിശോധിക്കാം നമ്മൾ ഈമാൻ. നമ്മൾ ഈ രൂപത്തില് റബ്ബിനെ അറിഞ്ഞവരാണോ? അള്ളാഹുവിന്റെ ഈ പറഞ്ഞ സിഫാത്തുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഏതൊരു സമയത്തും എല്ലാ സമയത്തും നമ്മളൊരു വാക്ക് പറയുമ്പോൾ, ഈ ഒരു വാക്ക് ഞാനിത് പറയുമ്പോൾ ഇത് ആരെക്കുറിച്ചെങ്കിലും ആണെങ്കിൽ, വേറൊരാളെ കുറിച്ചാണെങ്കിൽ ഞാനിത് പറയുമ്പോൾ ഇത് അവർക്ക് ഇഷ്ടമില്ലാത്തതാണോ, അവരിൽ ഇല്ലാത്തതാണോ, ഇനി അവരിലുള്ളത് തന്നെയാണെങ്കിലും ഇത് അവർക്ക് ഇഷ്ടമില്ലാത്തതാണോ, ഇത് അവർക്ക് ഞാനിത് പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ? ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവരാരും അറിയുന്നില്ല നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആരും അറിയാൻ പോകുന്നില്ല നമ്മളൊരു കാര്യം ചെയ്യുന്നു, നമ്മൾ പറയുന്നു. എന്നാല് അത് റഹ്മാനായ റബ്ബിന്റെ നോട്ടത്തിൽ നിന്ന് ഒരിക്കലും മറയുന്നില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം സൂറത്തുൽ ലുഖ്മാനുൽ ഹക്കീം, സൂറത്തുൽ ലുഖ്മാനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്ന കുറച്ച് ഉപദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? അതില് യാ ബുനയ്യ, യാ ബുനയ്യ എന്ന സ്നേഹത്തോടെ വിളിച്ചിട്ടാണ് തന്റെ കുഞ്ഞു മകനെ ഉപദേശിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി
യഅതി ബിഹല്ലാഹ്. ഒരു കുഞ്ഞു മോനെ വിളിച്ചിട്ട് അള്ളാഹു അല്ലാതെ വേറൊരാളെ ആരാധിക്കാൻ പാടില്ല എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും വാക്കുകൾ ഉച്ചത്തിലാകാൻ പാടില്ല എന്നും അങ്ങനെ ഒരുപാട് ജീവിതത്തിലേക്ക് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തില് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. എന്തൊരു കാര്യം, അതൊരു ഇത്തിരി കുഞ്ഞു കാര്യം, ഒരു കടുകുമണിയോളം എന്ന് പറഞ്ഞ അത്രയും ചെറുത്, അതിനേക്കാളും ചെറുതാണെങ്കിലും അതൊരു പാറയുടെ ഉള്ളിലാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയും. സുബ്ഹാനല്ലാഹ്. എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും അല്ലെ, റബ്ബിന്റെ അറിവിൽ നിന്ന് അതൊന്നും എന്താകുന്നില്ല, മറയുന്നില്ല, മറച്ചു വെക്കപ്പെടുന്നില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളെ ജീവിതത്തിലേക്കൊന്ന് വന്ന് നോക്കുക, നമ്മൾ ജീവിതത്തിലെ നേർക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങള് ശരിക്കും നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ഒന്ന് ശരിക്കൊന്ന് നമ്മൾ നോക്കണം. നമ്മളെപ്പോഴും ഏതൊരു ക്ലാസ്സും കേൾക്കുമ്പോൾ നമ്മളൊരു കേൾവിക്കാരായി മാത്രം ഇരിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇരിക്കരുത്. നമ്മൾ സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക്, അപ്പോഴേ നമുക്ക് നന്നാകാൻ കഴിയൂ, അപ്പോഴേ നമുക്ക് മാറാൻ കഴിയൂ, അപ്പോഴേ നമ്മൾ മാറണം, മാറ്റണം അല്ലെ. നമ്മളെ ജീവിതം നമ്മളെ റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ടാകണം. അതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ. ദുനിയാവിന്റെ പല നമ്മള് റബ്ബിനെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് അല്ലെ. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളെ, നിയമങ്ങളെ പാലിക്കുന്നിടത്ത് പലപ്പോഴും നമുക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ നമ്മള് സദാസമയവും റബ്ബിന്റെ നോട്ടത്തിന്റെ പരിധിയിലാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല അറിയുന്നുണ്ട് എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു തെറ്റ് ചെയ്യാൻ കഴിയും അല്ലെ. നമ്മള് സൂറത്തുൽ ബഖറ പഠിക്കുമ്പോൾ പഠിച്ചില്ലേ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അല്ലെ. മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞ ആദ്യത്തെ ഒരു മുത്തഖീന്റെ ആദ്യത്തെ ക്വാളിറ്റി ആയിട്ട് സൂറത്തുൽ ബഖറയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന എന്താണ്, അവർ അവര് ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതാണ് അല്ലെ. ശരിക്കും നമ്മളെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും അർത്ഥവും വരുന്നത് അപ്പോഴല്ലേ അല്ലേ. നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവുമ്പോഴല്ലേ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തോന്നിയതുപോലെ ഈ ദുനിയാവിൽ ജീവിക്കാന്നുള്ള ഒരു നിയമമാണെങ്കിൽ കുറെ കയ്യൂക്കും തന്റേടും പിന്നെ പൈസയുള്ള ആൾക്കാര് സുഖിച്ച് ജീവിക്കും, അല്ലാത്ത ആൾക്കാരൊക്കെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും അല്ലേ. നേരെ മറിച്ച് ഇവിടെ എന്തെല്ലാം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാലും നാളെ എൻ്റെ റബ്ബിന്റെ അടുത്ത് സുബ്ഹാനല്ലാഹ് അള്ളാഹു താല ഒരുക്കി വെച്ച ആ സ്വർഗീയ സുഖാനുഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടവരാണ് നമ്മള്. ഒരു അനീതിയും ചെയ്യാത്തവനാണ് എൻ്റെ റബ്ബ് അല്ലേ. ഒരു നിലക്കും ലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, ഒരു നിലക്കും ഒരു നഫ്സിനോടും ഒരു തരത്തിലും അക്രമം പ്രവർത്തിക്കാത്ത ആ റബ്ബ് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം, ആ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ള വിശ്വാസം, ആ റബ്ബ് നാളെ നമുക്ക് പ്രതിഫലം നൽകുമെന്നുള്ള വിശ്വാസം, ആ റബ്ബ് നമ്മളെ സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം. സുബ്ഹാനല്ലാഹ്. ആ ഗൈബിയായ ആ ഒരു വിശ്വാസം ഹൃദയത്തില് സ്ട്രോങ് ആകുമ്പോഴേ നമ്മളുടെ കർമ്മങ്ങൾ നന്നാകുന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എല്ലാം ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമായി പോകൂലേ, വെറും ചടങ്ങുകൾ മാത്രം, ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി, അങ്ങനെ അല്ലെ. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളുടെ ജീവിതത്തിന് നമുക്കൊരു ലക്ഷ്യം, എന്തൊരു കാര്യം പറയുമ്പോഴായാലും ചെയ്യുമ്പോഴായാലും ഒരു തിന്മ നമുക്ക് ചെയ്യാനൊരു അവസരം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കാം അല്ലെ. ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീയെ ആഹ് ആഹ് പിന്നെ വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ച ഒരു യുവാവ് അല്ലെ. അവള് പലപ്പോഴും ഒഴിഞ്ഞു മാറി അവസാനം സാമ്പത്തികമായി വളരെ പ്രയാസം വന്ന സമയത്ത് അയാളിൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ട ഒരു ഘട്ടത്തില് അവളെ
പിന്നെ സ്വന്തമാക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയല്ലേ. അങ്ങനെ പിന്നെ അവളോട് ആ മുറിയുടെ വാതിൽ കുറ്റിയിടാൻ പറഞ്ഞു. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലേ, ഈ റൂമിന്റെ വാതിൽ നമുക്ക് അടക്കാൻ കഴിയും, പക്ഷെ ആകാശ കവാടങ്ങള് ഒരിക്കലും നമുക്ക് അടക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ് അല്ലേ. ആകാശത്ത് നിന്നുള്ള വാതില് എപ്പോഴും ഓപ്പൺ ആണ്. ആ ക്യാമറ കണ്ണുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോ, നമ്മൾ ഈ ഒരു തെറ്റിന് മുതിരുമ്പോ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെ റബ്ബുണ്ട് അല്ലേ. ചിന്തിച്ചു നോക്ക്, നമ്മള് മാറണം, മാറി ചിന്തിക്കണം. തിന്മകൾ ചെയ്യുമ്പോ നമുക്ക് കണ്ണ് കാണൂല, നമ്മളെ കാതുകൾ കേൾക്കൂല, നമ്മളെ ഹൃദയങ്ങൾ പ്രവർത്തിക്കൂല. അങ്ങനെയാണ്, അടപ്പെട്ട പോലെയാണല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാന് ഉയർത്തപ്പെടുമ്പോഴാണ് തിന്മകൾ സംഭവിക്കുക. ഈമാൻ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തപ്പെടാതെ എപ്പോഴും ഈമാനുള്ള ഒരവസ്ഥയിൽ നിലനിൽക്കാൻ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈമാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ നമ്മൾ എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അള്ളാന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ. അള്ളാഹുവെ, ഈമാൻ എന്റെ ഹൃദയത്തിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തരണമേ. വസയ്യിൻഹു ഫി ഖുലൂബിന. ആ ഈമാൻ കൊണ്ട് എന്റെ ഹൃദയത്തിന് നല്ല ഭംഗിയുള്ളതാക്കണേ. വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഷിദീങ്ങളിൽ, സന്മാർഗികളിൽ, നേരായ പാതയിൽ സഞ്ചരിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. മാഷാഅല്ലാഹ്, എന്ത് നല്ല പ്രാർത്ഥനയാണല്ലേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച നല്ലൊരു പ്രാർത്ഥനയാണ്. ഈമാൻ ആകണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും ഏത് സമയത്തും. ചരിത്രങ്ങളിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലേ. സത്യത്തിൽ അതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നമ്മളുടെ ജീവിതത്തിന് നേർക്ക് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോ, അത്തരം സാഹചര്യങ്ങൾ വരുമ്പോ നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നമുക്കറിയാലേ, പാലിൽ വെള്ളം ചേർക്കുന്ന ഒരു ചരിത്രം നമ്മൾ കുഞ്ഞുകാലങ്ങളിൽ മദ്രസകളിൽ കേട്ടിട്ടുണ്ട് അല്ലേ. ഉമർ അറിയും, ഉമർ കാണൂലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മകളും ഉമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഉമർ അറിയില്ലെങ്കിലും ഉമറിന്റെ ഒരു റബ്ബുണ്ട് അല്ലേ. റബ്ബ് കാണുന്നുണ്ട്. അതുപോലെ ഒരു ആട്ടിടയനോട്, ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു ആട്ടിടയനോട്, നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാടിനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇല്ല. ഏ അപ്പോ നിന്റെ യജമാനനോട് അതിനെ ചെന്നായി പിടിച്ചെന്ന് കളവ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോ ആ ഇടയനുണ്ടായ വിശ്വാസം അല്ലെ, എന്റെ റബ്ബ്, എന്റെ യജമാനൻ, എന്റെ അള്ളാഹു സുബ്ഹാനഹു തആല അത് കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു മറുപടി. സുബ്ഹാനല്ലാഹ്. അതൊക്കെയാണ് ഈമാൻ. എവിടെയാണെങ്കിലും നിന്റെ റബ്ബ് കൂടെ തന്നെ ഉണ്ട്. അള്ളാഹു തആല നമ്മുടെ കാര്യത്തില് സുബ്ഹാനല്ലാഹ് അല്ലെ, എല്ലാ സമയത്തും നമ്മള് അതെപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഗൈബിയായ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണല്ലേ. അതായത് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ രണ്ട് ഭാഗത്ത് നിർത്തിയിട്ടുണ്ടല്ലേ, ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ നമ്മളുടെ കാര്യങ്ങളെ എഴുതാൻ വേണ്ടിയിട്ട്. സത്യത്തില് നമ്മൾ ഓരോരുത്തരും അതിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെ. പക്ഷെ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാ സമയത്തും നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ അല്ലെ. ഇപ്പം നമ്മള് പിന്നെ
ഒരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന അപ്പുറത്ത് വേറെ അങ്ങനെ ഫോൺ സംസാരിച്ചു കഴിഞ്ഞ് കോള് കട്ട് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മള് അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോയി എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കുറെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്ന അല്ല കോള് കട്ടായിട്ടില്ല, ഇപ്പോഴാണ് കട്ട് ചെയ്തത്. ഇപ്പൊ നമുക്കൊരു ബേജാറുണ്ടോ? നമ്മള് അവരോട്, അതായത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയോ എന്നൊരു ബേജാറ്. സത്യത്തില് നമ്മള് പ്രസന്റില് അവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ പറയാത്ത കാര്യം അവരില്ലാത്തപ്പോഴും പറയാൻ പാടില്ല എന്നാണ് അല്ലെ, ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് അല്ലെ. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ടോ? ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോന്നും നമ്മൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞ പലതും, പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പോലും അല്ലെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭർത്താവിനെ കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ റബ്ബ് നിരോധിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. എന്റെ റബ്ബ് എല്ലാം കൃത്യമായി അറിയുന്നുണ്ട്. അത് എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും, ഒരു പാറയുടെ ഉള്ളിലാണെങ്കിലും എല്ലാം കാണുമല്ലേ. എന്നിട്ടോ ഇതൊക്കെ എവിടെ എത്തും? അവസാനം എവിടെ എത്തും? ല്ലേ, രഹസ്യങ്ങള് വെളിവാക്കപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. എല്ലാം അല്ലെ, ഹൃദയങ്ങളിലുള്ളതെല്ലാം പുറത്തു വരുന്ന, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയിച്ചു തരുന്ന, നമ്മൾ അറിയുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മുടെ ആയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വഹുവ മഅക്കും ഐനമാ കുന്തും. നമ്മൾ എവിടെയാണെങ്കിലും അള്ളാഹു തആല ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ നോർമലി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ വീക്ഷിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു ബോഡി ഗാർഡായിട്ട് ഒരാളെ നമ്മളെ വീട്ടുകാര് നിശ്ചയിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ അവര് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ കൂടെ തന്നെ എല്ലാ സമയത്തും നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊന്നും കള്ളത്തരങ്ങളൊന്നും ചെയ്യൂല അല്ലെ. കാരണം അവരെ ഏൽപ്പിച്ചത് നമ്മളെ വീട്ടുകാര്. നമ്മള് ഇപ്പം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാതാപിതാക്കള് ഇതുപോലെ ഒരാളെ ഏൽപ്പിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ അവരെവിടെങ്കിലും പോകുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ നിർദ്ദേശങ്ങളും മാതാപിതാക്കൾക്ക് അയാൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ബോഡി ഗാർഡ് ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ കുട്ടി ഭയങ്കര ശ്രദ്ധിച്ചായിരിക്കും അല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്യാന്. കാരണം എൻ്റെ കൂടെ തന്നെ ഒരാളുണ്ട്, അയാള് എല്ലാം കാണുന്നുണ്ട്, അയാൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ അറിയിക്കും അല്ലെ, പാരന്റ്സിനെ അറിയിക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അറിയിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത, അവര് പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവരെന്താക്കൂല, ആ കുട്ടി ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അതൊരു വശം. ഇനി രണ്ടാമത്തെ വശം, നമ്മുടെ കൂടെ നമ്മളെ പ്രിയപ്പെട്ട ഭർത്താവോ അല്ലെങ്കിൽ പിതാവോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ തന്നെ എല്ലാ സമയത്തും ഉണ്ട് എന്ന് വിചാരിക്കാം. അവർ നമ്മളെ കൂടെ ഉള്ളപ്പോ ഒരിക്കലും നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ അവരോട് പറയൂല, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യൂല അല്ലെ, അവർക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നമ്മൾ പോകൂല. അവരെ ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് രൂപത്തിലും നമ്മൾ റബ്ബിന്റെ ആ ഒരു ഇതിനെ നമ്മൾ കൊണ്ടുവരണം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ഖൗഫും റജാഉം നമ്മുടെ കൂടെ തന്നെ നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു വിഷയമാണത്. നമ്മളെ ഈമാൻ എത്രത്തോളം നല്ല സ്ട്രോങ് ആകുന്നു, നമ്മുടെ വിശ്വാസം എത്രത്തോളം ശരിയാകുന്നു, അതിനനുസരിച്ച് നമ്മൾ ഓരോ കർമ്മങ്ങളിലും അത് പ്രതിഫലിക്കുന്ന പറയുന്നു. ഓരോ കർമ്മങ്ങളിലും അത് പ്രതിഫലിപ്പിക്കാൻ കഴിയും നമുക്ക്. നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ സംസാരത്തില്, നമ്മുടെ എല്ലാ ഇബാദത്തുകളിലും. സുബ്ഹാനല്ലാഹ്. ഇഖ്ലാസ് കൊണ്ടുവരുമ്പോ റിയാ ഇല്ലാതാകും. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ.
അള്ളാഹു തആലക്ക് ഇഖ്ലാസോട് കൂടിയല്ലാതെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവന് മാത്രം കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അവനിലേക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാ നമ്മളോട് പറഞ്ഞതില്ലേ. നമ്മളോ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും നല്ല വാക്ക് പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്യുന്നത് എങ്കിൽ അവിടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടല്ലേ. അങ്ങനെയല്ലേ? നമ്മൾ ആരെങ്കിലും നല്ലത് പറയാൻ ആഗ്രഹിച്ച് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മളെ ഈമാൻ എത്രത്തോളം ദുർബലമാണ് അവിടെ. സത്യത്തിൽ അവിടെ റിയ എന്ന് പ്രവർത്തിക്കുന്നല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, ദുർബലതകൾ സംഭവിക്കാം. പക്ഷേ നമ്മൾ പതറിപ്പോകാൻ പാടില്ല, തെറ്റിപ്പോകാൻ പാടില്ല. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന്, ഇഖ്ലാസിൽ നിന്ന്, നിയ്യത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറിപ്പോകാൻ പാടില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോൾ നമ്മളെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. യഥാർത്ഥ തൗഹീദ് എന്താണത്? അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന് മാത്രം, അല്ലെ, അള്ളാഹുവിനോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ഒരു രീതിയിലേക്ക് നമ്മളെ ഈമാന് ഉയരണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ നമ്മള് ഏതൊരാളും രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് ഭയം. ഭയം അത്യാവശ്യമാണ്. എന്നാ എപ്പോഴും ഭയപ്പെട്ട് മാത്രം ഇരുന്നാ പറ്റോ? അതുപോലെ അല്ലെ, പ്രതീക്ഷയും നമുക്ക് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അവരുടെ കൂടെയാണ്, അവർക്ക് അള്ളാഹിന്റെ സഹായം ഉറപ്പായിട്ടും കിട്ടും എന്ന് പ്രത്യേകം പറഞ്ഞ ചില വിഭാഗങ്ങളുണ്ട്. ആ പറഞ്ഞ ക്വാളിറ്റീസ് നമുക്കുണ്ടോ നോക്കാം. അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടോ ഇല്ലേ? നമ്മൾ ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് അല്ലെ അള്ളാഹുവിന്റെ മഅയ്യത്ത്. അള്ളാഹ് എന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പായിട്ടും ഉണ്ട് എന്ന് നമുക്കൊരു വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. എന്തെന്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു വിഷമം നമുക്ക് അവിടെ അനുഭവപ്പെടൂല. സുബ്ഹാനല്ലാഹ്. ആദ്യത്തെ ഭയം അത് നമുക്ക് ഉണ്ടാവണം. എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ നമ്മളെ അത് സഹായിക്കണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്കത് പ്രേരകമാകണം. പ്രധാനമായിട്ടും സൂക്ഷ്മതയാണ് അവിടെ അല്ലെ. തഖ്വ. തെറ്റുകളും തിന്മകളും നിറഞ്ഞ ഒരു ലോകത്ത് കൂടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തിന്മകളിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ, സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എന്താക്കേണ്ടത്? വിട്ടുനിൽക്കാൻ പരിശ്രമിക്കേണ്ടത്. പിശാച് നമ്മളോട് പറയും അതിനെന്താ, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് സാരമില്ല എന്ന രീതിയിൽ തിന്മകളെ നമ്മളെ മുമ്പിൽ നിസ്സാരവൽക്കരിക്കും. അത് സാരയില്ല, അത് സാരയില്ല അല്ലെ, അതിനെന്താ, അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ലേ, നല്ല ഒരു ഇതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ തിന്മകളെ നമ്മളെ മുമ്പിൽ നിസ്സാരവൽക്കരിക്കും. ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മളെ നാടുകളിൽ ഇന്ന് അത് വ്യാപകമായിട്ട് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ ഒരു സഹവാസം, മിംഗ്ലിംഗ്. നമ്മളത് വളരെ നിസ്സാരമായി കാണുന്നു. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വലിയതാണ്. അതിന്റെ ഭവിഷ്യത്തുകളാണ് ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ തിന്മകളുടെയും അനന്തരഫലങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല അല്ലെ, ഇന്നെല്ലാം സോഷ്യലൈസ് ആക്കിയിട്ട് അതെല്ലാം ഒരു സാധാരണയാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നിച്ചിരിക്കുന്നതിനും അടുത്തിരിക്കുന്നതിനും സംസാരിക്കുന്നതിനും അല്ലെ, വാഹനങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനും തോളോട് തോൾ തിരുമ്മി ഇരിക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇബ്ലീസാണ് നല്ലോണം പ്രവർത്തിക്കുന്നല്ലേ. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. വലാ തഖറബു സിന. ഒരു സെക്കൻഡേ.
അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് സൂക്ഷിക്കണം അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ആ ഒരു ചിന്തയിലായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. സാഹചര്യങ്ങൾ വലാ തഖറബു സിന അല്ലെ, വ്യഭിചാരത്തോട് നീ അടുത്തു പോകരുത് എന്ന് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് കാരണമാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അല്ലെ. യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, നിങ്ങളുടെ കണ്ണുകൾ ദൃഷ്ടികൾ താഴ്ത്തണം എന്ന് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃഷ്ടി താഴ്ത്തേണ്ടത് നമ്മൾ ദൃഷ്ടി താഴ്ത്തണം അല്ലെ. നോട്ടം ഒരു നോട്ടം അനുവദനീയമാണ്, രണ്ടാമതൊരു നോട്ടം അത് പാടില്ല, ഹറാമാണ്, വ്യഭിചാരത്തിലേക്ക് അത് അതിന്റെ തുടക്കമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ എന്താക്കാറില്ല, സൂക്ഷ്മത പാലിക്കാറില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അപ്പം ആ ഒരു ജാഗ്രത, മുന്നറിയിപ്പ്, അള്ളാഹു തആലയുടെ ഭാഗത്തു നിന്നുള്ള ആ മുന്നറിയിപ്പ് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. തഖ്വ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ കൊണ്ടുവരണം. മുത്തഖീങ്ങളുടെ എല്ലാ ക്വാളിറ്റീസും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം ആ ഒരു സൂക്ഷ്മതാബോധം അതാണ് നമ്മളെ അള്ളാഹുവിന്റെ മഅയ്യത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഈ ദുനിയാവിലെ ജീവിതം അല്ലെ, അള്ളാഹു തആല എന്തിനാണ് സൃഷ്ടിച്ചിട്ട് നമുക്ക് വേണ്ടി ഇതാക്കിയിട്ടുള്ളത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏതൊരു അവസ്ഥയിലും നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കണം, കർമ്മങ്ങൾ നന്നാക്കുക എന്നുള്ളത്. പിന്നെ അള്ളാഹുവിന്റെ മഅയ്യത്ത് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ക്ഷമ. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോ വബശ്ശിരി സ്വാബിരീൻ അല്ലെ, ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ക്ഷമ എന്നുള്ളത് ഏറ്റവും ആദ്യഘട്ടത്തിൽ ഉണ്ടാകണം. ക്ഷമ സഹായം തേടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു തആല, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. എന്തൊരു ആശ്വാസമുള്ള വാക്കുകളാണ് അല്ലെ. ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലെ, എല്ലാ നിലക്കും പരീക്ഷിക്കും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, ഇന്നല്ലാഹ മഅസ്സാബിരീൻ വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. എത്ര സ്ഥലങ്ങളിലാണെന്നറിയോ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്? അപ്പോ ആ ഒരു ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ക്ഷമിക്കുന്നവരോടൊപ്പം അല്ലെ. അതുപോലെ തന്നെ ക്ഷമിക്കുന്നവർക്ക് ബിഗൈരി ഹിസാബും കൂടിയാണ്, കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ മഅയ്യത്ത് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായാൽ പിന്നെ അല്ലേ, സുബ്ഹാനല്ലാഹ്, ഒരു രോഗബാധിതയായ ഒരു അപസ്മാരം വന്നിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്നപ്പോ അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇൻ സ്വബർത്തി ഫലക്കിൽ ജന്ന, അല്ലെ, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരെന്താ പറഞ്ഞു? ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സ്വർഗം മതി. എനിക്ക് പക്ഷെ ആ സമയത്ത് എന്റെ ഔറത്ത് വെളിവാകുന്നത് ഒരു പ്രയാസം ഉണ്ട്, അതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ സന്തോഷത്തോടെ പോവുകയും ചെയ്തത് അവിടുന്ന്. രോഗത്തിന്റെ പ്രയാസം അവർക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ മഅയ്യത്ത് ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് അത്തരം അവസരങ്ങൾ റബ്ബ് നമ്മുടെ മുമ്പിൽ തരുന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷണങ്ങൾ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് കഷ്ടപ്പെടുന്ന ആളോട് നിനക്ക്
ഒരു വിഷമം തന്നെ അല്ലേ, നിനക്ക് എപ്പോഴും ഇങ്ങനെ രോഗം തന്നെ അല്ലേ, നീ എപ്പോഴും ഇങ്ങനെ തന്നെ, എങ്ങനെന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. നിനക്ക് എത്ര വലിയ അനുഗ്രഹ അള്ള തന്നതില്ലേ, ഇങ്ങനെല്ലാം ക്ഷമിക്കാൻ അവസരം തന്നത്. മഅസ്വാബിരീൻ, അള്ള ക്ഷമാലുക്കളോടൊപ്പം ആണെന്ന് പറഞ്ഞില്ലേ, ത്തിന് മയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ രണ്ടാമത്തെ അള്ളാന്റെ മഅയത്ത് പറഞ്ഞത് മുത്തഖീങ്ങൾക്കാണ്. സുബ്ഹാനല്ലാഹ്. സൂക്ഷ്മതയുള്ളവർക്ക് അല്ലേ. നമ്മള് നേരത്തെ പറഞ്ഞ അതിന്റെയും കൂടി ഭാഗം തന്നെയാണിത്. അതായത് ആ ഒരു ഭയവും രണ്ടും അല്ലെ, രണ്ടും തഖ്വ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അല്ലെ, അള്ളാഹു തആല നിർബന്ധമാക്കിയത് പ്രവർത്തിച്ചും വിലക്കിയത് ഒഴിവാക്കിയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരമാവധി ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ട് അള്ളാഹും അവന്റെ റസൂലും അനുവദിച്ചു തന്ന കാര്യങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതം പരിമിതപ്പെടുത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അറിയണം അല്ലെ, നിങ്ങൾ അറിയണം. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അവരെ അറിയട്ടെ അല്ലെ. എന്താണ് പറയുന്നത്? അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിശ്ചയമായും അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്. പരിശുദ്ധ ഖുർആനില് വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേ വചനം ഇങ്ങനെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്, സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ്. നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾ അറിയണത്, അറിയുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂക്ഷ്മത, തഖ്വ 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 എന്നുള്ള വാക്ക് നമ്മൾ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ. മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ, ഇത് എത്ര വർഷങ്ങളായി നമ്മൾ ഓതി കേൾക്കുന്നു, ഓതുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഹുദ, അൽ ഹാദിയായ അള്ളാഹുവിങ്കിൽ നിന്നും ഹിദായത്താകുന്ന ആ സന്മാർഗദർശനം സ്വീകരിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനുവേണ്ടി ആകുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ? കൊണ്ടേയിരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ തഖ്വ എന്ന് പറയുന്ന കാര്യം ഹഖ തുഖാതിഹിനാണ്, പരമാവധിയാണ്. നമുക്ക് എത്രത്തോളം പറ്റും അത്രത്തോളം നമ്മൾ കൊണ്ടുവരണം അല്ലെ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ ആരും മരണപ്പെടരുത്. അള്ളാഹു നമ്മളോട് പറഞ്ഞതാണല്ലേ. സൂക്ഷിക്കേണ്ടതിന്റെ ഏറ്റവും ഏറ്റവും പരമാവധി നമ്മൾ സൂക്ഷിക്കണം. ശ്രദ്ധ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ കൊണ്ടുവരണം. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായില്ലേ, തഖ്വയെ കുറിച്ച് ഇങ്ങനെ ചെറിയൊരു വീഡിയോ, സിമ്പിൾ. പക്ഷെ സത്യത്തില് അത് ഓരോന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിലൊരു ഉദാഹരണം, വുളൂ ചെയ്യുന്നത്, സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്ന ഒരാള് വുളൂ ചെയ്യുന്നത്, പക്ഷെ അയാൾ വുളൂ ചെയ്യുമ്പോൾ അയാൾ ഉപയോഗിക്കുന്ന വെള്ളം പാഴായി പോകുന്നതിനെ പറ്റിയിട്ട് ഒരു മിനിറ്റ്. പിന്നെ അപ്പൊ അവിടെ പറഞ്ഞ എന്താ വെച്ചാല്, വെള്ളം ഉപയോഗിക്കുന്ന വുളൂ ചെയ്യുന്നു, പക്ഷെ ആ വെള്ളത്തിന്റെ ഉപയോഗം അയാൾ എന്താക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കലുണ്ട്, നമ്മൾ വുളൂ ചെയ്യുമ്പോ വേസ്റ്റ് ആയി പോകുന്ന വെള്ളത്തിനെ കുറിച്ച്? അതൊരു സൂക്ഷ്മതയാണ് അല്ലെ. നമ്മളൊരു പാത്രം കഴുകുമ്പോ എത്ര വെള്ളം വേസ്റ്റ് ആക്കുന്നത്, നമുക്ക് ആ വെള്ളത്തിന്റെ വില എപ്പോഴാ അറിയാ? വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നാലറിയും അല്ലേ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.
ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോ മനുഷ്യൻ എന്താണ്, ലാവിഷായിട്ടില്ലേ, ധൂർത്തനായി മാറി. ഇസ്രാഫാണ്, എല്ലാ കാര്യത്തിലും ഇസ്രാഫാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും വെള്ളത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും എല്ലാം ഇസ്രാഫ്, അമിതവ്യയം. അങ്ങനെയുള്ള ഒരാളെ മുത്തഖി എന്ന് പറയുമോ? മുത്തഖി എന്ന് പറയാൻ പറ്റുമോ? നല്ല ഇസ്ലാമികമായ നല്ല വേഷവിധാനം സ്വീകരിച്ച് വളരെ അടക്കത്തോടും ഒതുക്കത്തോടും നടന്നു പോകുന്ന ഒരാളെ നമ്മൾ മുത്തഖി എന്ന് വിളിക്കും ചിലപ്പോ, അല്ലെ? അങ്ങനെയൊന്നല്ല മുത്തഖി. ഉപയോഗിച്ച് ബാക്കി കളയാ, പിന്നെന്താക്കാലേ? ആരാ ഇതിനൊക്കെ മറുപടി പറയാ? ചോദിക്കൂലേ നമ്മളോട്? എല്ലാ കാര്യങ്ങളും ചോദിക്കൂലേ? അതാണ് സൂക്ഷ്മത. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും വെള്ളത്തിന്റെ കാര്യത്തിലായാലും വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും ഒന്നും അമിതമാകാൻ പാടില്ല. എത്ര ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഓവറാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അള്ളാഹുവിന്റെ അടിയാന്മാരുടെ ഗുണങ്ങൾ പറയുമ്പോ ചെലവഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹു താല എന്താ പറഞ്ഞത്? വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവരെ അമിതവ്യയം കാണിക്കൂല, പിശുക്കും കാണിക്കൂല, അതിനിടയിൽ മിതമായ നിലപാടായിരിക്കും. അതന്നെ എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസിയുടെ നിലപാട്, അല്ലെ? ചെലവഴിക്കുന്ന വിഷയത്തിൽ എന്താണെങ്കിലും പിശുക്ക് ഒരിക്കലും പാടില്ല, ധൂർത്തും പാടില്ല. സൂക്ഷ്മത എന്ന് പറയുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഉണ്ട് തഖ്വ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ അള്ളാഹു തആല പറഞ്ഞാണ്, അള്ളാഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്, അതുപോലെ മുത്തഖീങ്ങളോടൊപ്പമാണ്. അതുപോലെ അള്ളാഹു തആല പറഞ്ഞൊരു വാചകമാണ് വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്, അല്ലെ? ഒന്നുണ്ടെങ്കിൽ അടുത്തതുണ്ടാകും, അടുത്തതുണ്ടെങ്കിലേ അടുത്തതുണ്ടാകും, അതിന്റെ അടുത്തതുണ്ടെങ്കിലേ അടുത്തതുണ്ടാകും. അപ്പൊ ആദ്യം നമ്മളത് സ്ട്രോങ് ആവേണ്ടത് എന്താണ്? ഈമാൻ, അല്ലെ? ഈമാൻ സ്ട്രോങ് ആകണം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക? തഖ്വ ഉണ്ടാകുക. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക? സുബർ ഉണ്ടാകുക. അപ്പോഴാണ് നമുക്ക് ഇഹ്സാൻ ഉണ്ടാകാൻ. അപ്പോഴാണ് നമ്മൾ എന്താകുക? യഥാർത്ഥ മുഅ്മിനാകാൻ. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം വേണം നമുക്ക്. അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്ഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. നമ്മളെ ഖുർആനിന്റെ പാരായണക്കാരല്ലേ? ഖുർആനിന്റെ പഠിതാക്കളല്ലേ? ഖുർആൻ പഠിക്കുന്നവരല്ലേ? തഫ്സീർ പഠിക്കുന്നവരല്ലേ? എന്നിട്ട് നമുക്ക് ഖുർആനിക വചനങ്ങൾ പാരായണം ചെയ്യും. നമ്മളെ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ സഹോദരൻ? നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. നമ്മളെ ഈമാൻ എത്രത്തോളം ദൃഢമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? എത്രത്തോളം എത്രത്തോളം നമ്മളെ ഖുർആൻ നമ്മളെ സ്വാധീനം ചെലുത്തുന്നുണ്ട്? നമ്മളെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്? പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ശരിക്കും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ, അല്ലെ, അതിന്റെ പാരായണം നമുക്ക് നിർത്താനേ തോന്നൂല. ചില വചനങ്ങൾ നമുക്ക് അർത്ഥം നന്നായിട്ട് അറിയുമ്പോൾ അത് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ തോന്നല്ലേ? സുബ്ഹാനല്ലാഹ്. മുമ്പൊക്കെ ഓരോ കാര്യങ്ങളുടെ ഖിറാത്ത് കേൾക്കുമ്പോൾ അവരിങ്ങനെ കരയുമ്പോൾ ചിലപ്പോ അവര് കരയുന്ന കേട്ടിട്ട് നമ്മൾ കരഞ്ഞു പോകാറുണ്ട്, അല്ലെ? അല്ലാതെ അത് എന്താന്ന് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കൂല. അതങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക്. ചില കാര്യങ്ങൾ ഇങ്ങനെ കരയുമ്പോൾ നമ്മളും കരഞ്ഞു പോകും. പക്ഷെ
സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ഇത് എന്റെ റബ്ബ് എന്നോടാ പറയുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് അതിലെ ആ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കിയിട്ട് ശരിക്കും വഹുവ മഅകും ഐനമാ കുന്തും എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. എന്റെ റബ്ബ് എല്ലാം കണ്ടുകൊണ്ട് എന്റെ കൂടെ ഉണ്ട്. എല്ലാം റബ്ബ് അറിഞ്ഞുകൊണ്ട് എന്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ശരിക്കൊന്ന് വിശ്വസിക്കുമ്പോൾ ആ റബ്ബിനെ നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്ക് വരുന്നുണ്ട് ഈ പറഞ്ഞ ഈമാൻ. സാദത്തുഹും ഈമാന്. ഇത് മാത്രല്ല വിശ്വാസികളുടെ ക്വാളിറ്റി ആയിട്ട് അടുത്ത് പറഞ്ഞ എന്താ അറിയോ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ യഥാർത്ഥ വിശ്വാസികളുടെ ക്വാളിറ്റി, മുത്തഖീങ്ങളുടെ ക്വാളിറ്റി, നമസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരത്തിന്റെ കാര്യം ശരിക്കും നമ്മളെ ഈമാൻ ദൃഢമാകുമ്പോഴല്ലേ നമ്മളെ നിസ്കാരം ശരിയാകുന്നത്. നമ്മളെ ഈമാൻ ദൃഢമാകുമ്പോഴല്ലേ നമ്മളെ ചെലവാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നാകുന്നത്. ചെലവഴിക്കുന്ന കാര്യത്തിലൊന്നും നമുക്ക് ഒരു മടിയും ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞല്ലേ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർക്ക് ചെലവഴിക്കുന്നവരാണ്. നൽകിയതെന്ന് പറഞ്ഞാൽ സമ്പത്തും സുഖാനുഗ്രഹങ്ങളും മാത്രമല്ല, മനസ്സമാധാനം പോലും റിസുഖാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചവർക്ക് മനസ്സമാധാനം അതല്ലാതെ എന്നൊരു റിസുഖാണ്. നമുക്കത് തന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് കൊടുക്കണം. നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. അത് സമാധാനക്കേടും കൊടുക്കാൻ കഴിയും, സമാധാനം കൊടുക്കാൻ കഴിയും. കഴിയൂലേ? സമാധാനം കൊടുക്കാൻ കഴിയൂലേ? നമുക്ക് കഴിയും. ആശ്വാസവാക്കുകൾ അല്ലെ? ഒരാളുടെ പ്രയാസം നമ്മളൊന്ന് കേട്ടിരുന്നാ മതി. ശരിക്കും ചില ആൾക്കാർക്ക് അങ്ങനെ മതി. ഒന്ന് നമ്മളൊരു അവരൊന്ന് കേൾക്കാൻ തയ്യാറായാൽ അതൊക്കെ ഈ ചെലവഴിക്കുന്ന വിഷയത്തിൽ വരും. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ أُولَٰئِكَ هُمُ الْمُؤْمِنُونَ حَقًّا لَهُمْ دَرَجَاتٌ عِندَ رَبِّهِمْ وَمَغْفِرَةٌ وَرِزْقٌ كَرِيمٌ. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആവർത്തിച്ചു പറയുന്നു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. യഥാർത്ഥത്തിൽ വിശ്വാസികൾ അവർ തന്നെയാണ്. അവർക്ക് എന്തുണ്ട്? ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ദറജാത്ത്, പല പല പദവികൾ അള്ളാഹിന്റെ അടുത്ത് അല്ലെ. ഇൻദ റബ്ബിഹിം, ആ ഇൻദ റബ്ബിഹിം എന്ന് പറയുന്നതില്ലേ, എന്താണ് എന്ന് പറയാതെ അല്ലാഹു നമുക്ക് വേണ്ടി മാറ്റിവെച്ച ചില സ്വകാര്യതകളാണ്. സുബ്ഹാനല്ലാഹ്. ഒളിപ്പിച്ചു വെച്ച അള്ളാഹു സർപ്രൈസ് ആക്കിയിട്ട് നാളെ തരാൻ അല്ലെ. അള്ളാഹിന്റെ അടുത്ത് നിന്ന് അതൊക്കെ വാങ്ങാൻ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹ് കുറെ പദവികൾ വെച്ചിട്ടുണ്ടല്ലേ. ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്താനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. വമഗ്ഫിറത്ത്, പാപമോചനം, വറിസ്ഖുൻ കരീം, ഉദാരമായ ഉപജീവനം. അങ്ങനെയാണെങ്കിൽ വഅന്നല്ലാഹ മഅൽ മുഅ്മിനീന അല്ലേ, വിശ്വാസികളുടെ കൂടെയാണ് ആരുള്ളത്? റബ്ബ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പിന്നെ പറഞ്ഞത് എന്താ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലല്ലദീന അഹ്സനു അൽ ഹുസ്ന വ സിയാദ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇഹ്സാൻ, ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ പറഞ്ഞിട്ടില്ലേ. അള്ളാഹു മുഹ്സിനീങ്ങളുടെ കൂടെയാണ്. സുകൃതം ചെയ്തവർ, സൽക്കർമ്മങ്ങളിൽ
ഇഹ്സാൻ ഉള്ളവർ. സുബ്ഹാനല്ലാഹ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ക്വാളിറ്റീസ് ഒക്കെ ഒരു മുഅ്മിനായാലെ ഒരു മുഅ്മിൻ ഉണ്ടാവേണ്ടതാണ്. ഒരു വിശ്വാസി ഒരു വിശ്വാസി യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ മുത്തഖി ആകണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ ഒരാള് ആയാൽ അല്ലാഹു തആല അവന് സിയാദ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് എവിടെയാണെന്നറിയോ സിയാദ? അത് സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ ഒരുപാട് സുഖാനുഗ്രഹങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ ഏറ്റവും വലിയ സ്വർഗീയ സുഖം എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ റബ്ബിനെ കാണാനുള്ള ആ ഒരു സൗഭാഗ്യം ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അത് ഒരു തവണയല്ല അല്ലെ, എപ്പോഴും നമ്മളെ റബ്ബിനെ ഇങ്ങനെ കണ്ടു. ഇതൊരു സുന്ദരമായ ഒരു കാഴ്ചയായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇവിടുന്ന് ഭയപ്പെടണം. നമ്മുടെ കർമ്മങ്ങളൊന്നും പോരാ. എന്റെ റബ്ബിനെ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ട് സ്വർഗത്തിൽ കഴിയണമെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതൊന്നും പോരാ. ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ. എന്റെ റബ്ബ് എന്റെ കൂടെ തന്നെ ഉണ്ടാകണം എനിക്ക്, ഇവിടെയും അവിടെയും. അല്ലേ? വേണ്ടേ? നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ വിളിക്കുമ്പോ എന്നാ എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഇല്ലേ? ഉദ്ഊനി അസ്തജിബു ലക്, അസ്തജിബു ലക്. നീ ചോദിക്ക്, ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത്രമാത്രം നമ്മളോട് അടുത്തിരിക്കുന്ന അല്ലെ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. അതാണ്, അത് പറഞ്ഞിട്ടാന്ന് പറഞ്ഞല്ലേ. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ച, എന്റെ അബദ് എന്നെ കുറിച്ച് ചോദിച്ച നീ പറയണത് ഞാൻ അടുത്തന്നെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആ റബ്ബ് നമ്മളെ അടുത്ത് തന്നെ, നമ്മളെ കൂടെ തന്നെ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താകണം? നമ്മളെ റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാകാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. റബ്ബിലേക്ക് അടുക്കാൻ ഉതകുന്ന ഒരുപാട് കർമ്മങ്ങൾ അള്ളാഹു നമ്മളെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അല്ലെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അള്ളാഹു അവന്റെ റസൂലും ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അള്ളാഹു തആല തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണം. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മത പാലിച്ചവരോടൊപ്പമാകുന്നു, സദ്വൃത്തരായിട്ടുള്ളവരോടൊപ്പവും. സുബ്ഹാനല്ലാഹ്. മുത്തഖീങ്ങളോടൊപ്പം, മുഅ്മിനീങ്ങളോടൊപ്പം, മുഹ്സിനീങ്ങളോടൊപ്പം, സ്വാബിരീങ്ങളോടൊപ്പം അള്ളാഹു തആല ഉണ്ട്. പിന്നെ എന്തിനു പേടിക്കുന്നല്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സുബ്ഹാനല്ലാഹ്. ആ ഈമാനിന്റെ മാധുര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. ഏറ്റവും ഏറ്റവും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന അല്ലെ, ആ റബ്ബായ റബ്ബിന്റെ തർബിയത്ത് ലഭിച്ചുകൊണ്ട് നല്ല കുട്ടിയായിട്ട് വളരാൻ, നല്ലൊരു ആബിദാകാൻ, നല്ലൊരു ആബിദായാൽ പോരാ, നല്ലൊരു ആബിദാകാൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മളിലൂടെ കടന്നു പോകാം. പക്ഷെ എന്ത് വന്നാലും അള്ളാഹു തആല നൽകിയ ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ, സബാത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ നിന്റെ പാതയിൽ, നിന്റെ ഹിദായത്തിന്റെ പാതയിൽ, സിറാത്തൽ മുസ്തഖീമിൽ
സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഞങ്ങൾക്ക് നീ ഉറപ്പിച്ചു നിർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിൽ ഞങ്ങൾക്ക് ദൃഢത നൽകണേ റഹ്മാനെ, തബാത്ത് നൽകണേ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ സിഫാത്തുകളും നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ അതിൽ ഉറച്ചു വിശ്വസിക്കണം. അല്ലേ? എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ റബ്ബിന്റെ തീരുമാന പ്രകാരമാണ് ഇവിടെ നടക്കുന്നത്. എന്റെ റബ്ബിന്റെ അറിവിൽ പെടാത്തതായിട്ട് ഒന്നുമില്ല, എന്റെ റബ്ബ് അറിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും എല്ലാ കാര്യത്തിലും, എല്ലാ ഇബാദത്തിലും, എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഫഹുവ ഫീ ഐശത്തിർ റാദിയ, അല്ലെ, അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തി നിറഞ്ഞ ആ സ്വർഗീയ ജീവിതത്തിലേക്ക് എത്തണം. ആ തൃപ്തികരമായ ജീവിതം നമുക്ക് നാളെ കിട്ടണമെങ്കിൽ, അല്ലെ, നമ്മള് ഈ ദുനിയാവിലെ അനാവശ്യമായ ചിന്തകളെ നമ്മൾ വെടിയണം, ഇഖ്ലാസ് കൊണ്ടുവരണം. എന്ത് ചെയ്യുമ്പോഴും റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും. മറ്റുള്ളവരെ നമ്മൾ തൃപ്തിപ്പിക്കാനും പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. ടെൻഷനും വേണ്ടാത്ത കുറേ കാര്യങ്ങളും, അല്ലെ? നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഏതോ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ, അതൊക്കെ നമ്മൾ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മള് എപ്പോഴും നമുക്കൊരു ബോധം ഉണ്ടാവണം. എന്തെന്നറിയോ? ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ള ബോധം. ഞാൻ ഇനിയും ഒരുപാട് മാറാനുണ്ട്, ഞാൻ ഇനിയും ഒരുപാട് ശരിയാകാനുണ്ട്, ഞാൻ കുറെ നന്മകൾ ഇനിയും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട്. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, അല്ലെ? നമ്മളുടെ വീഴ്ചകളെ വേറൊരാൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അൽഹംദുലില്ലാ, അവരോട് ഒരിക്കലും ഒരു വെറുപ്പോ വിദ്വേഷമോ തോന്നാതെ, എൻ്റെ പോരായ്മകൾ അവർ എനിക്ക് പറഞ്ഞു തന്നു, സുബ്ഹാനല്ലാഹ്. എനിക്ക് മാറാൻ, എനിക്ക് നന്നാകാൻ എനിക്കൊരു അവസരം, അല്ലെ, എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി തന്ന ഒരു അവസരം. ഞാൻ നന്നാകുക, ഞാൻ നന്നായിക്കൊണ്ടേയിരിക്കുക, നന്നാകാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം. അള്ളാന്റെ സഹായം ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. ഇന്ന് ഈ ഒരു ക്ലാസ് കേട്ട് ഇന്ന് തന്നെ ഞാൻ മാറാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. പക്ഷെ പരിശ്രമിക്കണം. നമ്മൾ ചെറിയ രൂപത്തിൽ തുടങ്ങി അള്ളഹാനോട് ദുആ ചെയ്ത് 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 അങ്ങനെ ഘട്ടമായിട്ട് നമ്മൾ എന്താകണം? മാറും, തീർച്ചയായും മാറും. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ എന്നൊന്നും വിചാരിക്കണ്ട, അല്ലെ? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. അള്ളാന്റെ സഹായം തീർച്ചയായും ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി ആകട്ടെ നമ്മളുടെ ഓരോ സ്റ്റെപ്പ്, ഇനി അങ്ങോട്ടുള്ള ഓരോ ഫുഡ് സ്റ്റെപ്പും അള്ളാഹു തആല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ അറിയുന്നുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ചിന്തയോടു കൂടി ഈ ദുനിയാവിൽ ജീവിക്കുക. അള്ളാഹുവിൽ നിന്ന് ഒന്നും മറയുന്നില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മറയുമില്ല, ഒന്നും മറച്ചു വെക്കാനും കഴിയൂല. ആ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ ദുനിയാവിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എന്തെല്ലാം പ്ലാനിങ് ആണല്ലേ ചെയ്യുന്നത്. നല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഈ ദുനിയാവിലെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടിയും നാളെ മുട്ടുമ്പോ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താക്കുക? കൃത്യമായ പ്ലാനിങ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരാം, അല്ലെ? നമ്മളുടെ വിചാരണ നമ്മൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ചിന്തയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അള്ളാഹുവിനോടുള്ള ഇഷ്ടം എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖരിബുനി ഇലാ ഹുബ്ബിക. എന്ത് നല്ല പ്രാർത്ഥനയാണല്ലേ? സുബ്ഹാനല്ലാഹ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ അർത്ഥം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെ? അൽഹംദുലില്ലാഹ്. അതുപോലെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.
ഈ വജഅൽനാ മുത്തഖീന ഇമാമാന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ഓർക്കലുണ്ട് അത് എന്താണ് അവിടെ പറയുന്നത്? മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ. സുബ്ഹാനല്ലാഹ്, മുത്തഖീങ്ങളുടെ നേതാവാക്കണേ. അല്ലാഹു അക്ബർ. അല്ലെ, അള്ളാഹു നമ്മളെ അത്തരത്തിലുള്ള ആളുകളാക്കി മാറ്റിത്തരട്ടെ. നമ്മളെ കർമ്മങ്ങളും നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മളെ സ്വഭാവം എല്ലാം അള്ളാഹു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുന്ന നല്ല സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, ഇത്രയും സമയം പറഞ്ഞ ഓരോ കാര്യങ്ങളും അള്ളാഹുവെ ഈ പറഞ്ഞ എനിക്കും കേട്ട ഓരോരുത്തർക്കും ഹൃദയം കൊണ്ട് കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും മരണം വരെ അത് നിലനിർത്താനും നീ സഹായിക്കണേ അള്ളാഹ്. നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ അടിയാറുകളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നാഥാ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസില് പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ഒരു സ്ഥാനം ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിനുതകുന്ന രീതിയിൽ കർമ്മങ്ങളെ നന്നാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. آمين آمين برحمتك يا رب. وعليكم السلام ورحمة الله وبركاته. السلام عليكم.